ഹായ് ഗൈസ്, വെൽക്കം ടു കേരള ടു ലഡാക്ക് ഡേ 5. അഞ്ചാം ദിവസം രാവിലെ നമ്മൾ 5:15 മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്തതും. കാരണം നമുക്ക് തലേ ദിവസം ഡേ 4 നമുക്ക് ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്ത് അത്രയും ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ സ്റ്റേ ചെയ്തത് നമ്മൾ രാജ്ഹൻസ് എന്നുള്ള ഹോട്ടലായിരുന്നു, ജുൽവാനിയ, മധ്യപ്രദേശ്. അപ്പം അവിടെ നിന്ന് രാവിലെ ഏർലി മോർണിംഗ് ഇറങ്ങി. ആ സമയത്ത് ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആ ചാറ്റൽ മഴയും നനഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് 7 മണിയൊക്കെ ആയപ്പം ഇങ്ങനെ ഒരു ടീമിനെ കണ്ടത്, കുറച്ച് ഹനുമാൻ ലങ്കൂർ. അപ്പോൾ അവർ അവിടെ കുട്ടിക്കുരങ്ങന്മാരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ജസ്റ്റ് വണ്ടി സ്ലോ ചെയ്തു. ഒരു 2-3 മിനിറ്റ് അവിടെ നിന്നായിരുന്നു അവന്മാരുടെ കളിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. മൈൻഡ് റീഫ്രഷ് ആവുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഫോറസ്റ്റ് വൈബും അവിടുത്തെ ഫ്രഷ് എയറൊക്കെ ആസ്വദിച്ച് അവിടെ 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്തു. നമ്മൾ വരുന്ന വഴിക്ക് മൊത്തവും ഈ ഫോറസ്റ്റ് റേഞ്ചും ഗട്ട് റോഡ് സെക്ഷനും ആയിരുന്നു ജുൽവാനിയിൽ നിന്ന്. ഒരുപാട് വില്ലേജിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് വണ്ടി നിർത്തിയായിരുന്നു. മധ്യപ്രദേശിലും നമ്മുടെ കേരളത്തിലും അതേ റേറ്റ് തന്നെ ആയിരുന്നു, 107 രൂപ അടുപ്പിച്ച്. പിന്നെ പെട്രോൾ ഫില്ല് ചെയ്യുന്നിടത്ത് എപ്പോഴും നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോവാറ്. പിന്നെ ഒരുപാട് എപ്പോഴും നിർത്തണ്ടല്ലോ. പിന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിർത്തിയ സമയത്ത് കുറച്ച് കുട്ടികളെ കണ്ടായിരുന്നു. പിന്നെ അവർക്ക് മിഠായിയൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അവിടെയുള്ള ഷോപ്പ് കണ്ട സമയത്ത് നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫ്രെയിം പോലെയാണ് തോന്നിയത്, ഓൾഡ് 90s പോലെ. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ നമുക്കധികം വലിയ മഴ കിട്ടിയില്ല, ചെറിയ ചാറ്റൽ മഴയായിരുന്നു. അതുകൊണ്ട് വളരെ ആസ്വദിച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. നമ്മൾ ഓരോ ചായക്കടയിൽ കയറും, ചായ കുടിക്കും, പിന്നെയും ഡ്രൈവ് ചെയ്യും, പിന്നെയും ഏതെങ്കിലും ചായക്കട കാണുമ്പോൾ ചായ കുടിക്കും. അങ്ങനെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ലഞ്ച് ടൈമാണ്, കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. രാവിലെ ജുൽവാനിയ, മധ്യപ്രദേശ്, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 5:15 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഓടി ഏകദേശം 323 കിലോമീറ്റർ ഓടി ഇവിടെ വന്ന്. അപ്പോൾ കഴിക്കാനായിട്ട് ഇങ്ങനെ ധാബകളൊക്കെ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പയ്യനെ കണ്ടു. പയ്യാണ് ഇവിടെ മക്കാൻ ധാബ എന്ന് പറയുന്നത്, ഈ ധാബ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബട്ടർ റൊട്ടിയും ദാൽ രാജ്മയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയുണ്ടോ നോക്കട്ടെ. രാവിലെ നമ്മൾ അധികം കഴിച്ചില്ല. പൊഹ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് ഇവിടുത്തെ. മധ്യപ്രദേശിലൊക്കെ മോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് അവർ സ്നാക്സുകളും പിന്നെ പൊഹ, നമ്മുടെ അവിലില്ലേ, അതൊക്കെയാണ് ഇപ്പോൾ അവർ കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്തു, നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ പഴം മേടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു, പഴം കഴിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ വന്ന വഴിക്ക് അത്യാവശ്യം രീതിയിൽ മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴയും അത്യാവശ്യം രീതിയിൽ മഴയുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അത്യാവശ്യം ക്രൂസ് ചെയ്താണ് വന്നത്. 321 കിലോമീറ്റർ ഓടി. ഇനി ഒരു അറൗണ്ട് ഒരു 300 കിലോമീറ്റർ ഓടാനാണ് പ്ലാൻ. എനിക്ക് എവിടെയെങ്കിലും സ്റ്റേ അടിക്കണം. എന്തായാലും ബ്രേക്ക് കാണാം. ഓക്കെ, ബൈ. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്, മക്കാൻ ധാബ. നമ്മൾ കഴിച്ചത് ഈ ഇത്ര ഐറ്റംസ് ആണ്: തന്തൂരി റൊട്ടി, മിസ്സി റൊട്ടി, ഒനിയൻ റൊട്ടി, രാജ്മ മസാല. നമുക്ക് ടോട്ടൽ 3 പേർക്കും കൂടെ 290 രൂപ ആയതേ ഉള്ളൂ. ഒരാൾ 97 രൂപ അടുപ്പിച്ചു. അപ്പം ഫുഡ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് സലാഡ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ ഫുഡ് കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കോളൊക്കെ ഉണ്ട്. എന്തായാലും ഓടിയെത്താൻ പറ്റുന്നതൊരു ഓടാം. വൈകുന്നേരം ഒരു 4 മണി 4:30 ആയ സമയത്ത് രാജസ്ഥാനിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വഴിയരികിൽ ഇങ്ങനെ കോണ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അത് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങി. അപ്പോൾ ഒരു കോണ് ഫ്രൈ ചെയ്ത് നമ്മുടെ ലെമൺ ജ്യൂസും നമ്മുടെ ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്ത് തരണേന് അവർ ജസ്റ്റ് 10 രൂപയെ മേടിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 3 പേരും മേടിച്ചു, അത് കഴിച്ചു. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വില്ലേജ് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഷെഡ് പോലെ അവരുണ്ടാക്കിയിട്ട് അവർ ചാർക്കോൾ വെച്ചാണ് ആ കോണ് അവർ ചൂടാക്കി ഫ്രൈ ചെയ്തു. അതിൽ നാരങ്ങ നീരും ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് അവരത് തേച്ച് തരും. അപ്പോൾ അത് ആ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത്യാവശ്യം വലിയൊരു ചോളപ്പാടത്തിൻ്റെ സൈഡിലാണ് ഇങ്ങനെ ഒരു ഷെഡ് കണ്ടത്.
ഇങ്ങനെ ഈ ഒരു ചോളം ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഷോപ്പ് കണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു ഷോപ്പിൽ ഇറങ്ങിയാണ് നമ്മൾ ഈ ഒരു ഫുഡ് ട്രൈ ചെയ്തത്. പിന്നെ അവിടുത്തെ ചേട്ടനോടും ചേച്ചിയോടും പിന്നെ അവിടെ ഒരു അമ്മുമ്മയും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞു, രാജസ്ഥാനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഓടിച്ചായിരുന്നു. രാജസ്ഥാനിലൂടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല രീതിയിൽ റോഡ് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6-6:30 ആ സമയത്ത് തന്നെ മഴയും പെയ്തു തുടങ്ങി. അങ്ങനെ നമ്മൾ അടുത്ത് കാണുന്ന ഹോട്ടലിൽ റൂം എടുക്കാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നു. അപ്പോഴാണ് നമ്മൾ ഗ്രീൻ പ്ലാസ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ കണ്ടത്. അപ്പം അടിപൊളി ഹോട്ടലായിരുന്നു. പിന്നെ അവിടെയാണ് നമ്മൾ അന്നത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്തത്. നമ്മൾ 600 കിലോമീറ്ററാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് 446 കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ. ഭയങ്കര റോഡ് ബ്ലോക്കും റോഡ് പണിയും പിന്നെ മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 6:30-7 മണിയായപ്പം റൂമെത്തി. റൂമിൽ നല്ല റൂമൊക്കെ ആയിരുന്നു. നമുക്ക് റൂം റെൻറ്റ് അവർ പറഞ്ഞത് 2000 പിന്നെ ഞാൻ സംസാരിച്ച് അതൊരു 1100 രൂപയിൽ എത്തിച്ചായിരുന്നു. പിന്നെ നമ്മൾ അന്ന് ഡിന്നർ കഴിച്ചില്ല. കാരണം നമ്മൾ മക്കാൻ ദാബയിലും പിന്നെ ഈവനിങ് കോണൊക്കെ കഴിച്ചപ്പോൾ നല്ല രീതിയിൽ വയറ് ഫുള്ളായിരുന്നു. പിന്നെ സ്നാക്സും ബിസ്ക്കറ്റുമാണ് നൈറ്റ് ഡിന്നറായിട്ട് കഴിച്ചത്. നമ്മുടെ 5ാമത്തെ ദിവസത്തിലെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് ബിസ്ക്കറ്റും ടീയും ആയിട്ടൊരു 10 രൂപ, പിന്നെ ബനാന മേടിച്ചത് ഒരു 14 രൂപ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൊഹയും ടീയും കഴിച്ചത് ഒരാൾ 30 രൂപ, മക്കാൻ ദാബയിലെ ലഞ്ച് 97 രൂപയായി. പിന്നെ രാജസ്ഥാനിലെ സ്റ്റേ പെർ ഹെഡ് 367 രൂപയാണ്. പിന്നെ ഈവനിങ് ടീ ഒരു 10 രൂപ ആയി. പിന്നെ മൊത്തത്തിൽ പെട്രോൾ എക്സ്പെൻസ് നമുക്ക് 1100 രൂപയാണ് അന്നത്തെ ദിവസം ആയത്. ടോട്ടൽ എക്സ്പെൻസ് 1628 ഡേ 5-ലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.